അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് പറയാനുള്ളത് സൊല്യൂഷൻ ഓഫ് എ ലീനിയർ ഇക്വേഷൻ ആണ്. അത് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ്. ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിൽ ഒറ്റ വേരിയബിൾ ഉണ്ടാവുള്ളൂ. അത് എക്സ് പ്ലസ് 4 = 5. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, എക്സ് എന്നുള്ള വേരിയബിൾ മാത്രം. 2 വേരിയബിൾ ആകുമ്പോൾ എന്തുണ്ടാവും? 2 വേരിയബിൾ ഉണ്ടാവും, എക്സ് പ്ലസ് വൈ = 5 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്സും വൈയും വേരിയബിൾസ് ആണ്. ഇനി അതിൻ്റെ സൊല്യൂഷൻ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ, ഒറ്റ വേരിയബിൾ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞിരുന്നു മുന്നേ. അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, യുണീക്കായിട്ടുള്ള ഒരേ ഒരു സൊല്യൂഷൻ. അതിനാണ് യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പറഞ്ഞ ഉദാഹരണത്തിൽ എക്സ് പ്ലസ് 1 = 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം എക്സ് എന്തായിരിക്കും? ഒന്നിനെ അങ്ങോട്ട് ഉണ്ടാവും, ഇവിടെ +1 ആണ്, അപ്പോൾ അങ്ങോട്ടുണ്ടാവും -1, അപ്പോൾ 5 - 1 ആവും 4 ആയി അല്ലേ? അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എപ്പോഴും 4 ആയിരിക്കും. ഈ ഇക്വേഷനിൽ എക്സിന് 4 അല്ലാതെ വേറൊരു മൂല്യവും പറ്റില്ല. കാരണം ഇവിടെ 4 വരുമ്പോഴാണ് 4 + 1 = 5 എന്നുള്ള ഉത്തരം കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരേ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ, സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, അത് എക്സ് = 4 ആണെന്നുള്ളത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ഈ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആവും, ഒറ്റ വേരിയബിൾ ആകുമ്പോൾ അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് ഈ ഉദാഹരണത്തിൽ അത് ആ ഒരു സൊല്യൂഷൻ ഏതാണ്? 4 ആയിരിക്കും. ഇനി വേറെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം സൊല്യൂഷൻ മാറാം. ഉദാഹരണത്തിന് എക്സ് പ്ലസ് 5 = 7 എന്നാണെങ്കിൽ, 7 എന്നാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എക്സ് = a - 5 എന്നായി. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇതൊരു ഇക്വേഷനാണ്, എക്സ് പ്ലസ് 5 = 7 എന്നുള്ളത്. ആ ഇക്വേഷനിൽ എക്സ് എന്നുള്ളതിന് ഒരൊറ്റ സൊല്യൂഷൻ ഉള്ളൂ. ഇവിടെ വേറെ ഏത് നമ്പർ വെച്ചാലും, ഇവിടെ 3 വെച്ചാലും 3+, ഇപ്പോൾ എക്സ് ശ്രദ്ധിക്കുക, എക്സ് = എന്ത് കിട്ടി? 2 കിട്ടിയില്ലേ? ഇനി ഇവിടെ അതിൻ്റെ സ്ഥാനത്ത് 3 വെച്ച് കഴിഞ്ഞാൽ 3 + 5 8 ആണ്, 7 എന്നുള്ള ഉത്തരം ശരിയാവില്ല. അതുകൊണ്ടാണ് ഇവിടെ എക്സിന് ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം 2 വെച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ളത്. ഇനി നമ്മൾ സൊല്യൂഷൻസ് 2 വേരിയബിൾസ് അല്ലേ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഒരു ലീനിയർ ഇക്വേഷന് 2 വേരിയബിൾസ് ആകുമ്പോൾ അതിനെന്തുണ്ട്? 2 വേരിയബിൾ ഉണ്ട് അല്ലേ? ആ ഇക്വേഷൻ 2 വേരിയബിൾ ഉണ്ടാകുമ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് രണ്ടിൻ്റെയും വാല്യൂ ഉണ്ടാവും അല്ലേ? അപ്പോൾ എക്സിനൊരു വാല്യൂ ഉണ്ടാവും, വൈക്കൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ അതാണ് വാല്യൂസ്, എ പെയർ ഓഫ് വാല്യൂസ് ഉണ്ട്. അത് എക്സ് 5 ആണെങ്കിൽ വൈ 1, ഇതായിരിക്കും ഒരു സൊല്യൂഷൻ. അതായത് എ പെയർ ഓഫ് വാല്യൂസ്, അതാണ് പറഞ്ഞത്. ഒരു വാല്യൂ, അപ്പോൾ എക്സിനൊരു വാല്യൂ 5 അല്ല, എക്സിന് ഒരു വാല്യൂ വൈക്കൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ 2 നമ്പറുകൾ കൂടിച്ചേർന്നായിരിക്കും ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അത് എക്സിൻ്റെ വാല്യൂ ഉണ്ടാവും, വൈൻ്റെ വാല്യൂ ഉണ്ടാവും. അതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ 2 വേരിയബിൾ ഉള്ളത് കാരണമായിട്ട് എ സൊല്യൂഷൻ മീൻസ് എ പെയർ ഓഫ് വാല്യൂസ്, ഒരു ജോഡി വാല്യൂയുടെ ഒരു ജോഡിയാണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ ആകുമ്പോൾ എക്സിന് ഒരു വാല്യൂ ഉണ്ടാവും, വൈക്ക് വേറെ ഒരു വാല്യൂ ഉണ്ടാവും. ഉദാഹരണത്തിന് 5 4 എന്നുള്ളത്, അതാണ് ഒരു ജോഡി എന്നുള്ളത്. ഇനി ശ്രദ്ധിക്കാം, എ പെയർ ഓഫ് വാല്യൂസ് അതേതാണ്? 1 എക്സിനും 1 വൈക്കും ആയിരിക്കും. അതെന്തായിരിക്കും? നമ്മളെ ഇക്വേഷന് ശരിയാക്കണം എന്നുള്ളത്. ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട് ഇവിടെ. 2x + 3y = 12 എന്നാണെങ്കിൽ അപ്പോൾ എന്തൊക്കെ? എക്സ് = 3 ആക്കുക, വൈ 2 ആക്കുക. എന്നാലും എന്തായിരിക്കും? അതെന്തായിരിക്കും വരും? നമുക്ക് എക്സിന് പകരം 3ഉം വൈക്ക് പകരം 2ഉം വെച്ച് കൊടുത്താൽ അത് ശരിയാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുക, 2x + 3y എന്നാണല്ലോ, അത് 12 ആണ്. അതിന് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 3 വെച്ചു, 2 × 3 6. ഇനി വൈൻ്റെ സ്ഥാനത്ത് 2ഉം വെച്ചു, 3 × 2 6, 6 + 6 12 അല്ലേ? 12 ശരിയായി, ഇക്വേഷൻ ശരിയായി. അപ്പോൾ ഇവിടെ ഉള്ള സൊല്യൂഷൻ ഏതാണ്? 3 എന്നുള്ളത് എക്സിനും പിന്നെ 2 എന്നുള്ളത് 2 എന്നുള്ളത് വൈക്കുമാണ്. അപ്പോൾ ഇതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷൻ എന്നുള്ളത് ഒരു പെയറായിട്ടാണ് എഴുതുക. ആദ്യം എന്തെങ്കിലും എക്സിൻ്റെ വാല്യൂ എഴുതും, പിന്നെ വൈൻ്റെ വാല്യൂ എഴുതും എന്നുള്ളത്. ഇതുപോലെ തന്നെ 0,4 എന്നുള്ളത് 0,4 എന്നുള്ളതും ഈ മുകൾ പറഞ്ഞ ഇക്വേഷൻ്റെ എന്ത് തന്നെയാണ്? ഒരു സൊല്യൂഷൻ തന്നെയാണ്. കാരണം എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ശ്രദ്ധിക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് 0 വെച്ച് കൊടുക്കുകയും വൈൻ്റെ സ്ഥാനത്ത് എന്ത് വെച്ച് കൊടുക്കുകയും ചെയ്താൽ 4 വെച്ച് കൊടുക്കുകയും ചെയ്താൽ ശരിയാവും. ഉദാഹരണത്തിന് 2x 2 × 0 അല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് 0 വെച്ച് കൊടുത്തു. പിന്നെ എന്താണ്? 3 × 4 എന്തിൻ്റെ സ്ഥാനത്ത്? വൈൻ്റെ സ്ഥാനത്ത് 4ഉം വെച്ച് കൊടുക്കും അല്ലേ?
3 ഇൻറ്റു 4 അപ്പോൾ എത്രയായി? ഇവിടെ 2 ഇൻറ്റു 0 0 പ്ലസ് 3 ഇൻറ്റു 4 12 ഈക്വൽ ടു ഉത്തരം നമുക്ക് 12 ആണ് കിട്ടുന്നത്. അപ്പോൾ അതും എന്താണ്? ഒരു സൊല്യൂഷൻ തന്നെയാണ്. ഇനി വേറെ സൊല്യൂഷൻ ഇവിടെ ശ്രദ്ധിക്കുക. 1ഉം 4ഉം വെച്ച് കൊടുത്താൽ എന്താവില്ല? സൊല്യൂഷൻ ആവില്ല. കാരണം എക്സിൻ്റെ സ്ഥാനത്ത് 1 വെച്ച് കൊടുക്കുകയും വൈൻ്റെ സ്ഥാനത്ത് 4 വെച്ച് കൊടുക്കുകയും നമുക്ക് എന്താ കിട്ടുന്നത്? 2x + 3y = 14 കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് എന്താണ് കിട്ടേണ്ടത്? 2x + 3y = 12 കിട്ടേണ്ടത്. അപ്പോൾ 12 കിട്ടുന്ന ഏത് വാല്യൂവും എന്താകാം? എക്സിനും വൈക്കും വെച്ച് കൊടുക്കാം. പക്ഷേ അതെന്താകരുത്? ആ 12 എന്നുള്ളതിൽ 14 ആകുകയോ വേറെ ഏതെങ്കിലും സംഖ്യ ആകരുത് എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ 1ഉം 4ഉം എന്നുള്ളത് എന്തല്ല? സൊല്യൂഷൻ അല്ല. കാരണം ഈ 1ഉം 4ഉം എക്സിൻ്റെയും വൈൻ്റെയും സ്ഥാനത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് 12 എന്നുള്ള ഉത്തരമല്ല കിട്ടുന്നത്, അപ്പോൾ 14 എന്നുള്ള ഉത്തരമാണ്. അപ്പം എന്താ ശ്രദ്ധിക്കണം ഇവിടെ? നമുക്ക് ഈ ഇക്വേഷൻ എന്താണ്? എപ്പോഴും ശരിയാകണം. അപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷൻ പറഞ്ഞു. ആദ്യം എന്താണ്? അത് 3, 2 എന്നുള്ളതാണ്. എക്സിന് 3ഉം വൈക്ക് 2ഉം. പിന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞു 0, 4 എന്നുള്ളത്. അതായത് എക്സിന് 0യും വൈക്ക് 4ഉം. ഇനി വേറെ നമ്മളിപ്പം പറഞ്ഞത് 1, 4 ആണ്. പക്ഷെ അത് സൊല്യൂഷൻ അല്ല. കാരണം എക്സിൻ്റെ സ്ഥാനത്ത് 1ഉം വൈൻ്റെ സ്ഥാനത്ത് 4ഉം വെച്ച് കൊടുത്താൽ ഇക്വേഷൻ ശരിയാകുന്നില്ല. 12ന് പകരം 14 കിട്ടുന്നത്. അതുകൊണ്ട് ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, 0, 4 എന്നുള്ളത് ഒരു സൊല്യൂഷനാണ്. പക്ഷെ എന്തല്ല? 4, 0 എന്നുള്ളത് സൊല്യൂഷൻ ആവില്ല. കാരണം 4, 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വെച്ച് കൊടുക്കണം? 4 വെച്ച് കൊടുക്കണം. നമുക്ക് വെച്ച് കൊടുത്ത് നോക്കാം. 2 ഇൻറ്റു എക്സ് എത്രയാണ്? 2 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 0 അല്ലേ? അപ്പോൾ എന്താ? 2 ഇൻറ്റു 4 8 പ്ലസ് 0 8 ആവുന്നുള്ളൂ, 12 ആവില്ല. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് നമ്മൾ പറഞ്ഞത്? 0, 4 എന്നുള്ളത് എക്സിൻ്റെ സ്ഥാനത്ത് 0ഉം വൈൻ്റെ സ്ഥാനത്ത് 4ഉം വെച്ച് കൊടുത്താൽ ഒരു സൊല്യൂഷനാണ്. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് 4ഉം വൈൻ്റെ സ്ഥാനത്ത് 0 വെച്ച് കൊടുത്താൽ എന്തല്ല? ഒരു സൊല്യൂഷൻ അല്ല. അതുകൊണ്ടാണ് ആ ഓർഡർ നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിനിൽ പഠിച്ചിരുന്നു. ഓർഡറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായി? നമുക്ക് ഈ സൊല്യൂഷൻ ഇപ്പോൾ എന്ത് കിട്ടി? ഈ ഇക്വേഷൻ നമുക്ക് 2 സൊല്യൂഷൻ കിട്ടി. എന്ത്? 3, 2 എന്നുള്ള സൊല്യൂഷൻ ആദ്യം കിട്ടി, 0, 4 എന്നുള്ളത് വേറെ കിട്ടി. ഇനി നമുക്ക് ഇതിലും കൂടുതൽ എന്താ കിട്ടുക? സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ 3, 2 എന്നുള്ളൊരു സൊല്യൂഷൻ കിട്ടി, 0, 4 എന്നുള്ള വേറെ സൊല്യൂഷൻ കിട്ടി. ഇനി ഇതല്ലാത്ത വേറെ സൊല്യൂഷൻ ഉണ്ടാകാൻ പറ്റുമോ? അപ്പോൾ അതിന് പറയാണ് 6, 0 എന്നുള്ളത്. അതായത് 6, 0 എന്നുള്ളത് നമുക്ക് വെച്ച് കൊടുത്താൽ അതും എന്തായിരിക്കും? സൊല്യൂഷൻ ആയിരിക്കും. കാരണം നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താണ്? 2x 2x + 3y = 12 എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് എന്താ? എക്സിൻ്റെ സ്ഥാനത്ത് 6 വെച്ച് കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 6 പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് 0 ആണല്ലോ വെച്ച് കൊടുക്കാൻ പറഞ്ഞല്ലേ? വൈൻ്റെ സ്ഥാനത്ത് 0 കണ്ടില്ലേ? 0. അപ്പോൾ 3 ഇൻറ്റു 0 = എത്രയാണ്? 3 ഇൻറ്റു 0 = 0. 2 ഇൻറ്റു 6 = 12. അപ്പോൾ ഉത്തരം നമുക്ക് എന്ത് കിട്ടി? 12 + 0 = 12. അപ്പോൾ ഉത്തരം 12 കിട്ടി. അപ്പോൾ ഇക്വേഷൻ ശരിയാണ്. അപ്പോൾ എന്താണ്? 6, 0 എന്നുള്ളത് വേറൊരു സൊല്യൂഷൻ ആണെന്നുള്ളത്. അപ്പോൾ അത് കണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താകാം? ഇങ്ങനെ നമുക്ക് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാക്കാം എന്നുള്ളത്. നമുക്ക് ഏത് സൊല്യൂഷനും വേണമെങ്കിൽ അതിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത്. നമുക്ക് എത്ര സൊല്യൂഷനും ഉണ്ടാകും. ഇനി നമ്മൾ എങ്ങനെയാണത് കണ്ടെത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം? നമ്മൾ പറഞ്ഞിരുന്നു ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വേരിയബിൾ ഉണ്ടാവുള്ളൂ, അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആകുമ്പോൾ അതിനെന്താവും? ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. അതായത് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും, വൈൻ്റെ വേറൊരു വാല്യൂ ഉണ്ടാവും. അതാണ് ഒറ്റ സൊല്യൂഷൻ. ഇനി വേറെ എന്താക്കാം? ഒരുപാട് ഇങ്ങനെ സൊല്യൂഷൻസ് ഉണ്ടാക്കാം 2 വേരിയബിൾ ആകുമ്പോൾ. ഒരൊറ്റ വേരിയബിൾ ആകുമ്പോൾ ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അതിന് ഉദാഹരണം പറഞ്ഞു നമ്മൾ എക്സ് പ്ലസ് 5 = 8 എന്നാണെങ്കിൽ എക്സിന് എത്ര ആയിരിക്കും വാല്യൂ? എക്സ് = 3 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 3 വെച്ച് കൊടുത്താൽ മാത്രമാണ് ഈ ഇക്വേഷൻ ശരിയാകുക, അല്ലെങ്കിൽ ശരിയാവില്ല. എക്സിൻ്റെ സ്ഥാനത്ത് 4 വെച്ച് കൊടുത്താൽ 4 + 5 9 ആണ്. ഇത് ശരിയാവില്ല. അതുകൊണ്ട് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആകുമ്പം ഒരേ ഒരു സൊല്യൂഷനും, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആകുമ്പം ഒരുപാട് സൊല്യൂഷൻസും ഉണ്ടാകും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ളത് എന്താകാം? ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വെക്കാം. എങ്ങനെയാണ് ഇത് കണ്ടെത്താമെന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്കറിയാം 2x + 3y = എത്രയാണ്? 12 എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? നമുക്ക് എക്സിൻ്റെ വാല്യൂ സ്ഥാനത്ത്
നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ വെക്കുക. അതായത് ഇപ്പോൾ 0 ആണെങ്കിൽ 2 ഇൻറ്റു 0. അപ്പോൾ എന്തായി 0 ആയി. ഇനി പ്ലസ് എന്തായിരിക്കും 3y = 12. ഇപ്പം നമുക്ക് എന്തായി, ഇപ്പോൾ ഇത് 0 ആയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്താ ബാക്കിയുള്ളത്? ഇപ്പോൾ എന്താണ് 3y = 12. ഇതിപ്പോൾ എന്തിലേക്ക് മാറി? ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിൽ നിന്ന് എന്തായി ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളായി മാറി. കാരണം അതെന്തായി ഒരൊറ്റ വേരിയബിൾ ഉള്ളൂ. കാരണം എന്തായാലും മുന്നേ എന്തായിരുന്നു 2 ഇൻറ്റു എക്സ് എന്നുള്ളത് ആ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 വെച്ച് കൊടുത്തു. 0 വെച്ച് കൊടുത്താൽ 2 ഇൻറ്റു 0 0 ആയി മാറി. ഓക്കെ, അപ്പോൾ ഇനി എന്താകുക? ഇതിൽ നിന്ന് നമുക്ക് y = എന്ത് കിട്ടും? ഇവിടേക്ക് 12 ഹരിക്കണം 3 അങ്ങോട്ട് കൊടുത്താൽ 3, 12 ഹരിക്കണം 3 4 കിട്ടും. അപ്പം എക്സ് 0 ആകുമ്പോൾ y എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അത് അങ്ങനെയാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? അതിന് നമ്മൾ പറഞ്ഞത് എന്താ, ആദ്യം എന്ത് ചെയ്യുക, എക്സിൻ്റെയോ വൈൻ്റെയോ സ്ഥാനത്ത് ഒരു മൂല്യം വെക്കുക. അപ്പോൾ എന്തായി ഇവിടെ നമ്മളിപ്പോൾ എന്തായി എക്സിൻ്റെ സ്ഥാനത്ത്, ഉദാഹരണത്തിന് ഈ ഇതിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ എക്സിൻ്റെ സ്ഥാനത്ത് 2 സങ്കല്പിച്ചു. അപ്പോൾ 2 സങ്കല്പിച്ചപ്പോൾ എന്തായി, ഇപ്പോൾ 2x എന്നുള്ളിടത്ത് എന്താവും 2 ഇൻറ്റു 2 അല്ലേ 4 കണ്ടില്ലേ? 2x എന്നുള്ളത് 2 ഇൻറ്റു 2 4. പിന്നെ എന്താണ് 3y. അപ്പോൾ എന്താ = 12. ഇനി നമുക്ക് എന്താക്കാം, ഇതിപ്പോൾ എന്താണ്, ഇത് മൊത്തത്തിൽ ഒരു ലീനിയർ ഇക്വേഷനാണ്. കാരണം ഇവിടെ നമ്മളെന്താ എക്സ് എന്നുള്ള വേരിയബിളിന് പകരം ഒരു നമ്പർ വെച്ച് കൊടുത്തു. ആ നമ്പർ വെച്ച് കൊടുത്തോടുകൂടെ എന്തായി ആ വേരിയബിൾ അപ്രസക്തമായി. അപ്പോൾ അത് പോയി. അപ്പോൾ എന്തായി 2 ഇൻറ്റു 2 എന്തായി 4 ആയി മാറി. ആ 4 എന്നുള്ളത് എന്തല്ല, ഒരു വേരിയബിൾ അല്ല. അപ്പോൾ എന്തായി പിന്നെ ഒരു വേരിയബിൾ ഏത് മാത്രമേ ഉള്ളൂ? y എന്നുള്ള വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 + 3y = 12 എന്നായി. അതെന്താണ്, ഒരൊറ്റ വേരിയബിളുള്ള ലീനിയർ ഇക്വേഷനാണ്. ഇനി നമുക്കിത് സുഖമായിട്ട് സോൾവ് ചെയ്യാം അല്ലേ? എന്താണ് സോൾവ് ചെയ്യാം? അപ്പോൾ 4 + 3y = 12 എന്നായി കഴിഞ്ഞാൽ പിന്നെ 3y = എന്താകും? 4 അങ്ങോട്ടും ഉണ്ട്. അവിടെ കൂട്ടാണ് +4 എന്നുള്ളത് അവിടെ -4 ആവും. അപ്പോൾ 12 - 4 എത്രയായി? 8 ആയി. 12 - 4 എത്രയായി? 8 ആയി. ഇനി എന്താണ് നമുക്ക് വൈൻ്റെ സ്ഥലം കാണാം. y = ഇവിടെ 3 ഗുണിക്കാനാണ്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പം ഹരിക്കാൻ. അപ്പോൾ 8 ഹരിക്കണം 3 എന്നായി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് വൈൻ്റെ മൂല്യം. അപ്പം x = 2 ആകുമ്പോൾ y = എന്തായിരിക്കും? 8/3 ആയിരിക്കും. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത് അല്ലേ? സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y = 8/3 കിട്ടും. അപ്പോൾ എന്താണ് 2,8/3 എന്നുള്ളത് എന്താണ്, ഒരു വേറൊരു സൊല്യൂഷനാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ നമുക്കിപ്പോൾ 4ാമത്തെ സൊല്യൂഷൻ കിട്ടി. ആദ്യത്തെ സൊല്യൂഷൻ എന്തായിരുന്നു? 2 എന്നുള്ളത് 3 എന്നുള്ളത്. പിന്നത്തെ സൊല്യൂഷന് 0 4 അല്ലേ? ആദ്യത്തെ സൊല്യൂഷൻ എന്തായിരുന്നു? ആദ്യത്തെ സൊല്യൂഷന് 3 2 അല്ലേ? ആദ്യത്തെ സൊല്യൂഷൻ 3 2 എന്നുള്ളത്. ഓക്കെ, പിന്നത്തെ സൊല്യൂഷൻ 0 4 എന്നുള്ളത്. പിന്നത്തെ സൊല്യൂഷന് 6 0 എന്നുള്ളത്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 2ഉം 8/3 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു സൊല്യൂഷനാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കണ്ടെത്താം. ആദ്യം നമ്മൾ എന്താ എക്സിനോ വൈനോ ഒരു വാല്യൂ സങ്കല്പിക്കുക. അപ്പം നമുക്ക് 2x + 3y = 12 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ എക്സിനോ വൈനോ, അപ്പോൾ ഇനി എക്സിന് നമ്മൾ വേറൊരു വാല്യൂ കണ്ടെത്തണം. എക്സിന് 4 എന്ന് കണ്ടെത്തി. ഓക്കെ, എക്സിന് 4 അല്ലെങ്കിൽ 5 എന്ത് കണ്ടെത്തിയാലും കുഴപ്പമില്ല. നമുക്കെന്താ എക്സിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 4 കണ്ടെത്തി. അപ്പോൾ എന്തായി ഇവിടെ ശ്രദ്ധിക്കുക, 2 ഇൻറ്റു എക്സ് എത്രയായി? അപ്പോൾ 2 ഇൻറ്റു 4 8 ആയില്ലേ? പ്ലസ് 3y ആയി = 12. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനി എന്തായി എക്സിന് നമ്മൾ അങ്ങോട്ട് ഇവിടെ ഒരു വേരിയബിൾ ആയി ചുരുങ്ങി. ആദ്യം 2 വേരിയബിൾ ഉണ്ടായിരുന്നു. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തായി ഒരു വാല്യൂ കണ്ടെത്തി 4 എന്നതാണ്. ഇപ്പോൾ 2x എന്നുള്ളത് 2 ഇൻറ്റു 4 എന്നായി. അത് 8 എന്നാണ്. 8 + 3y = 12 ആണ്. ഇനി എന്തായി 8നെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ വലതുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ എന്താവും? ബാക്കി 3y = 12 - 8 എന്നായി. that = 4 ആണ്. ഇനി y = എന്താകും? y = ഇവിടുന്ന് 3 ഗുണിക്കാനാണ് ഇവിടെ. അപ്പോൾ 4/3 എന്നാവും. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്തായി? 4/3. എപ്പോഴേ x = 4 എന്നാകുമ്പോൾ y = എന്തായിരിക്കും? 4/3 എന്നായി. ഇത് വേറൊരു സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന് പകരം ഏതെങ്കിലും ഒരു നമ്പർ വാല്യൂ വെച്ച് കൊടുത്തിട്ട് മറ്റേ വേരിയബിളിൻ്റെ ഇത് കണ്ടെത്തുക. ഓക്കെ, അതുകൊണ്ടാണ് ഒരുപാട് സൊല്യൂഷൻ നമ്മൾ സങ്കല്പിക്കുന്നതനുസരിച്ച് ഒരുപാട് അനന്തമായിട്ട് ഇഷ്ടംപോലെ സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറയാൻ കാരണം. ഓക്കെ അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. സിമിലർലി ഇനി x - 5 ആയി.
എന്നാൽ എന്ത് ചെയ്യും, ഇക്വേഷൻ എങ്ങനെയാവും, -10 + 3y = 12 ആവും. കാരണം ഇവിടെ x = -5 ആണ്. അപ്പോൾ നമുക്ക് തന്ന ഇക്വേഷനിൽ 2x ആണ്. 2 × -5 2 × -5 = -10 ആവും. പ്ലസ് 3y = 12 ആയി. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, y = 22/3 ആവും. കാരണം ഈ -10നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +10 ആവും. അപ്പോൾ 22 ആയി. ഓക്കെ, 22 ആയി. പിന്നെ 3y = 22. വൈനവിടെ വെച്ചാൽ 3നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അടിയിലേക്ക് ഹരിക്കാനാവും. അപ്പോൾ 22/3 എന്നുള്ളതാവും. അപ്പോൾ അതും എന്താണ്, ഇത് വേറൊരു സൊല്യൂഷനാണ്. എന്ത്, -5, 22/3. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും എന്നുള്ളത്. സോ ദർ ഈസ് നോ എൻഡ് ടു ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസിൽ ലീനിയർ ഇക്വേഷന് ഒരു വ്യത്യസ്ത സൊല്യൂഷന് ഒരു എൻഡും ഉണ്ടാവുകയില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് അവസാനമായിട്ട് ഇത് പറയാനുള്ളത്. എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആകുമ്പോൾ അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആകുമ്പോൾ അതിന് അനന്തമായിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 3, ഫൈൻഡ് 4 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ x + 2y = 6. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷന്. ഏത്, x + 2y = 6. അത് 2 വേരിയബിളുള്ള ലീനിയർ ഇക്വേഷനാണ്. അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക, x + 2y = 6 എന്നാകുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 2 വെച്ച് കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്ത് 2 വെച്ച് കൊടുത്താൽ ഒരു സൊല്യൂഷനാണ്. കാരണം എക്സിൻ്റെ സ്ഥാനത്ത് 2 വെച്ച് കൊടുത്തു, പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് 2 വെച്ച് കൊടുത്താൽ 2 × 2 4 ആയി, 2 + 4 6 ആയി. ഇത് ശരിയായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ x = 2 y = 2 എന്ന് പറയുമ്പം x + 2y = 2 + 4 എന്നാവും. അപ്പോൾ 6 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, എക്സിൻ്റെ സ്ഥാനത്ത് 0 വെച്ച് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, വിത്ത് ദിസ് വാല്യൂ ദ ഗിവൺ ഇക്വേഷൻ അങ്ങനെ എന്താവും, 2y. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 വെച്ച് കൊടുത്താൽ ഇവിടെ 0 ആകും. അപ്പോൾ 0 വെച്ച് കൊടുത്ത് പിന്നെ ബാക്കി എന്താ ഉള്ളത്, 2y = 6 ഉള്ളത്. ഓക്കെ അല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് 0 വെച്ച് കൊടുത്താൽ ബാക്കി എന്താവും, 0 + 2y = 6 എന്നാവും. അതായത് വെറും 2y = 6 എന്നായി. അതെന്താണ്, പിന്നെന്താണ് 2y = 6 എന്നുള്ള എന്തായി കാരണം ഒരേ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളായി മാറി അല്ലേ? അപ്പോൾ 1 വേരിയബിളായി കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടായി, അതാണ് 3 എന്നുള്ളത്. അപ്പം x 0 ആയി കഴിഞ്ഞാൽ y എന്തായിരിക്കും, 3 ആയിരിക്കും. ഇതാണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത്, 0, 3 എന്നുള്ളത്. ഇതിപ്പോൾ ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാകാം. ഓക്കെ, ഇനി y എന്നുള്ളത് എന്താണ്, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷൻ കിട്ടി. ഇപ്പോൾ ആദ്യം ഒരു സൊല്യൂഷൻ x = 2 y = 2 എന്ന് കിട്ടി. പിന്നെ ഇതിപ്പോൾ എന്താണ്, 2y എന്നുള്ളത് 2y = 6 എന്നുള്ളത് എന്തായി മാറി, ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആയി. അതുകൊണ്ടാണ് പിന്നെന്തായി, അത് ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആയതിന് ശേഷമാണ് അതിനൊറ്റ സൊല്യൂഷനായി ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? അത് എക്സും കൂടി ഉണ്ടാകുമ്പോൾ x = എത്ര, 2y, x + 2y = 4 അല്ല 6 എന്നുള്ള ഈ ഇക്വേഷന് ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? അതിന് ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതിന് ഈ നിലയിൽ എത്തിയാൽ, ഇതിന് ഒരു വേരിയബിളായി കഴിഞ്ഞാൽ, അതായത് എക്സിനെ നമ്മൾ എന്തായി 0 ആയി സങ്കല്പിച്ച് കഴിഞ്ഞാൽ പിന്നെ x = 0. അപ്പോൾ പിന്നെ അവിടെ x ഇല്ല. പിന്നെ എന്ത് മാത്രമായി, 2y = 6 ആയി മാറി. അതിനെന്ത് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അതാണ് പറയുന്നത് y = 3 എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്, ഇതും വേറൊരു സൊല്യൂഷൻ. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ മൊത്തം ഇതിനെന്താണ് ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാകും. x + 2y = 6 എന്നുള്ള 2 വേരിയബിളിലെ ലീനിയർ ഇക്വേഷൻ ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാവും. അതിലത്തെ ഒരു സൊല്യൂഷനാണ് നമ്മൾ x = 2 y = 2. ഇനി അതിൻ്റെ വേറെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തായി, നമ്മൾ x = 0 ആയി സങ്കല്പിച്ചു. അപ്പം എന്താകും, ആ ഇക്വേഷൻ എന്തായി, ഇവിടെ 0 ആയി കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ 0 + 2y, അത് 0 എന്താണ്, ഇവിടെ 0 ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2y = 6 ആയി. 2y = 6 എന്നുള്ളത് എന്തായി, അത് 2 വേരിയബിളിലെ ലീനിയർ ഇക്വേഷൻ എന്നതിൽ നിന്ന് എന്തായി ഇപ്പം മാറി, ഇതിപ്പം 1 വേരിയബിളിലെ ലീനിയർ ഇക്വേഷനായി. 1 വേരിയബിളിലെ ലീനിയർ ഇക്വേഷൻ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേതാണ്, y = 0. അപ്പോൾ x 0 ആയി കഴിഞ്ഞാൽ y = 3 എന്നുള്ള സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് വേറെ സൊല്യൂഷൻ. ഇനി നമ്മൾ വേറെ സൊല്യൂഷനും കൂടി പോവുകയാണ്.
ഇനി വൈനെ എന്താക്കി 0 ആക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താകും, എക്സ് ഈസ് ഇക്വൽ ടു 6 എന്നായി മാറും. അതായത് എക്സ് പ്ലസ് 2y ഈസ് ഇക്വൽ ടു 6 എന്നുള്ളതാണ് നമുക്ക് തന്നുള്ളത്. അപ്പോൾ 0 ആയി, വൈനെ 0 ആയി സങ്കല്പിച്ചാൽ 2 × 0 ആയി മാറി, 0 ആയി. പിന്നെ ബാക്കി എന്താണ്, എക്സ് പ്ലസ് 0 എക്സ് തന്നെ. അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു 6 എന്നായി മാറി അല്ലേ. അതാണ് പറയുന്നത്, എക്സ് ഈസ് ഇക്വൽ ടു 6 എന്നായി മാറി. അപ്പോൾ എന്താണ്, എക്സിൻ്റെ വാല്യൂ എന്താണ് 6ഉം വൈൻ്റെ വാല്യൂ, അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 6 ആണെന്നുള്ളത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എക്സ് ഈസ് ഇക്വൽ ടു 6ഉം വൈ ഈസ് ഇക്വൽ ടു 0 ആണ്. ഇത് വേറൊരു സൊല്യൂഷനാണ്. ഓക്കെ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ സൊല്യൂഷൻ എക്സ് ഈസ് ഇക്വൽ ടു 0, വൈ ഈസ് ഇക്വൽ ടു 3. ഇനി മൂന്നാമത്തെ രീതിയിൽ എന്തായി കാരം, വൈനെ 0 ആക്കി കഴിഞ്ഞാൽ എക്സ് ഈസ് ഇക്വൽ ടു 6ഉം ഒക്കെ ഒന്ന് കിട്ടും, വൈ ഈസ് ഇക്വൽ ടു 0 എന്നുള്ളതും കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്തു, നാലാമത്തെ ഒരു സൊല്യൂഷനും കൂടി കാണാണ്. ലെറ്റ് us take y ഈസ് ഇക്വൽ ടു 1 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താകാം, ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 2, കാരണം 2y എന്നായിരുന്നു. 2y എന്ന് പറഞ്ഞാൽ 2 × 1, വൈൻ്റെ സ്ഥാനത്ത് 1 വെച്ചു, 2 × 1 അപ്പോൾ 2 ആയി മാറി. അപ്പോൾ എക്സ് പ്ലസ് 2 6 മാറി. അതിനെന്ത് വരും, പിന്നെ എക്സ് ഈസ് ഇക്വൽ ടു 6 മൈനസ് ഇവിടെ പ്ലസ് 2 എന്നുള്ളത് മൈനസ് 2 എന്നായി മാറും, അതായത് 4 എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, സൊല്യൂഷൻ എക്സ് 4ഉം വൈ 1ഉം കിട്ടി. കാരണം അല്ലേ, ഓക്കെ, കാരണം വൈ 1 ആയി സങ്കല്പിക്കുമ്പോഴാണ് നമുക്ക് എക്സ് 4 ആയി കിട്ടുന്നത്. അപ്പോൾ ഇത് വേറെ സൊല്യൂഷനാണ്, 4x വൈ 1 എന്നുള്ളത്. അപ്പോൾ നമുക്ക് 4 സൊല്യൂഷൻ ഇപ്പം കിട്ടി. അനന്തമായിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്, അതിൽ 4 നമ്മൾ തിരഞ്ഞെടുത്തു. ആദ്യം നമുക്ക് കണ്ടെത്തിയത് 2, 2, പിന്നെ 0, 3, പിന്നെ 6, 0, പിന്നെ 4, 1 എന്നുള്ളത്. ഓക്കെ അല്ലേ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു റിമാർക്ക് പറയുന്നുണ്ട്, ഒരു അണ്ടർലൈൻ ഇട്ടുക. നോട്ട് ദാറ്റ് അൻ ഈസി വേ ഓഫ് ഗെറ്റിംഗ് എ സൊല്യൂഷൻ. നമുക്കൊരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം എക്സിനെ 0 ആയിട്ട് സങ്കല്പിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പം വൈൻ്റെ വാല്യൂ കണ്ടെത്തുക. നേരെ ഓപ്പോസിറ്റും കണ്ടെത്തുക, വൈനെ 0 ആയി സങ്കല്പിക്കുക, എന്നിട്ട് എന്താ എക്സിൻ്റെ വാല്യൂയും കിട്ടുക. നമുക്ക് എന്താക്കാം, 2 വാല്യൂ അപ്പം തന്നെ കിട്ടി. പിന്നെ എന്താകാം, എക്സിന് 1 അപ്പോൾ 1 സങ്കല്പിച്ചിട്ട് വൈൻ്റെ വാല്യൂ കണ്ടെത്തുക, അല്ലെങ്കിൽ വൈനെ 1 സങ്കല്പിച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക. ഇനി വൈനെ 2 സങ്കല്പിച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക, എക്സിനെ 2 സങ്കല്പിച്ചിട്ട് വൈൻ്റെ, അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ശ്രദ്ധിക്കുക, ഈ എക്സിന് 0 സങ്കല്പിച്ചിട്ട് വൈൻ്റെ വാല്യൂ കണ്ടെത്തുക, അല്ലെങ്കിൽ വൈനെ 0 സങ്കല്പിച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 2 സൊല്യൂഷൻസ് കിട്ടുന്നത്. ഇനി പറയുന്നത് വെച്ചാൽ ഫൈൻഡ് 2 സൊല്യൂഷൻസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. 2 സൊല്യൂഷൻ കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4x + 3y = 12 എന്നുള്ളത് 2 സൊല്യൂഷൻ. അപ്പോൾ എക്സിനെ നമ്മൾ എന്താ 0 ആയി സങ്കല്പിച്ചാൽ എന്ത് കിട്ടും, 3y, ഇവിടെ 4 × x, ഒന്നാമത്തിൽ 4 × x 4 × 0 എന്നാവും, 0 ആയി 3y = 12 ആയി. അപ്പോൾ y = എന്താവും, 12/3 എന്നുള്ളത് 4 ആയി ഉത്തരം കിട്ടില്ല, 4 കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0ഉം 4ൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ 4ഉം കിട്ടി. അതൊരു സൊല്യൂഷനാണ്. ഇനി അതുപോലെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, വൈനെ എന്താ ചെയ്യുക, 0 ആയി സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് എക്സ് എന്തായി കാരണം 3 ആയി കിട്ടും, കാരണം ഇവിടെ 3 × 0 ആവും. അപ്പോൾ അവിടെ 0 ആയി കഴിഞ്ഞു. ഇനി 4x = 12. 4x = 12 എന്ന് പറയുമ്പോൾ x = 12 ഇവിടുന്ന് 4നെ ഇങ്ങോട്ട് ഹരിക്കാൻ കൊണ്ടുവരും, അപ്പോൾ 3 കിട്ടും. അല്ലേ, ഇങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. ഇനി അടുത്തത് രണ്ടാമത്തെ ഉദാഹരണത്തിൽ എക്സിനെ 0 ആയി സങ്കല്പിക്കുക, അപ്പം നമുക്കിത് കിട്ടും. അങ്ങനെ ശ്രദ്ധിക്കട്ടോ, 0, 0 എന്നുള്ള ഓപ്ഷനെ കിട്ടും. ഓക്കെ, ഇനി ഇഫ് യു ടേക്ക് y = 0 യു അഗെയിൻ ഗെറ്റ്, അങ്ങനെ കിട്ടുന്ന പറയുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എക്സിന് 0 എടുത്തു, അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുക, ഇവിടെ 2x + 5y = 0 ആണ്. അപ്പോൾ എക്സിന് 0 ആയി എടുത്താൽ ബാക്കി എന്താ ഉള്ളത്, ഇവിടെ 0 ആയി, 5y = 0 കിട്ടി. 5y = 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, y = 0/5, അതും എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. ഓക്കെ, അതൊരു സൊല്യൂഷനാണ് നമ്മൾ അതിൻ്റെ. ഇനി അതുപോലെ തന്നെ വൈനെ 0 ആക്കി എടുത്താലും എന്ത് കിട്ടും, നമുക്ക് ഇതുപോലെ 0, 0 എന്ന് കിട്ടുക. കാരണം വെച്ചാൽ 2x + 5y = 0 എന്നുള്ളത് ഇതെന്തായി, വൈനെ 0 ആക്കി എടുത്താൽ ഇത് 0 ആണ്. അപ്പോൾ 5 × 0 = 0. ഇനി 2x = 0, അത് x = 0/2നെ ഹരിക്കാനാകും, അതും എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ അല്ലേ. ഇനി വേറെ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, എക്സിനെ 1 ആയി സങ്കല്പിക്കുക. എക്സിനെ 1 ആയി സങ്കല്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, y = -2/5 എന്ന് കിട്ടും. അങ്ങനെ കിട്ടുക, അതായത് 2x + 5y = എന്താണ്, 0 ആണ്. അപ്പോൾ എക്സിന് എത്രയാണ് ഇവിടെ വാല്യൂ, 1 ആണ്. അപ്പോൾ 2 +
5y ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? എന്ത് കിട്ടും? 0 കിട്ടും. ഇനിയിപ്പോൾ എന്താ, രണ്ടിനെ അങ്ങോട്ട്, ഈ രണ്ടിനെ അങ്ങോട്ടുണ്ടാവും. അപ്പോൾ 5y ഈസ് ഈക്വൽ ടു, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് അങ്ങോട്ടുണ്ടാവും മൈനസ് ആവും, -2 എന്നാവും. ഇനി y ഈസ് ഈക്വൽ ടു ഇവിടെ 5 ഗുണിക്കാനാവുമ്പം -2/5 എന്നാകും. ഓക്കെ അല്ലേ? -2/5 എന്നാവും. അതുകൊണ്ടാണ് എന്ത് കിട്ടുന്നത്, അതിൻ്റെ ഒരു y ഈസ് ഈക്വൽ ടു -2/5 കിട്ടി. അപ്പോൾ ഒന്നിൻ്റെ എന്ന് പറഞ്ഞാൽ x1 -2/5 എന്നുള്ളത് എന്തുവാണ്? y ആണ്. അത് വേറെ സൊല്യൂഷനാണ് എന്നുള്ളത്. ഇനി മൂന്നാമത്തേന് ഇതുപോലെ കണ്ടെത്തും കേട്ടോ. ആദ്യം എക്സോ വൈയോ എന്തായിട്ട് 0 ആക്കി എടുക്കുക, അല്ലെങ്കിൽ 0 അല്ലാതെ എടുക്കുക. 0 ആക്കി എടുത്താലും കിട്ടും, 0 അല്ലാതെ എടുത്താലും കിട്ടും. അതിന് രണ്ട് സൊല്യൂഷൻസ് ആണ്, 0, -4/3 എന്നുള്ളതും 1, -4/3 എന്നുള്ളതും. രണ്ടും ഒന്ന് തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല, ചില സമയങ്ങളിൽ അങ്ങനെ ആവാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ശരിക്കും പഠിച്ചു വരിക, എക്സസൈസ് 4 ചെയ്തു വരിക. ഓക്കെ, 1, 2, 3, 4 ചെയ്തു വരിക കേട്ടോ. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ശരിക്കും പഠിക്കുക, എല്ലാവരും കാണുകയും ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.